കാളെ 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 ജല്ലിക്കെട്ട് നിന്റെ അമ്മയാടമ്മ. നേരം വെളുക്കുമ്പോ തന്നെ ഓരോ ജന്തുക്കൾ ഇറങ്ങിക്കോളും. നീയൊക്കെ നശിച്ചു പോകത്തുള്ളടാ നാറി. എന്റെ അമ്മയെ കുട്ടിക്ക് തിരിച്ച് ഇതുവഴി തന്നെ വരുമല്ലോ. കാളയും ഇതെന്താ പതിവില്ലാണ്ട് നമ്മുടെ കാളരമ്മയെ മുറ്റടിക്കണ്ടല്ല. എന്തോ മൊല്ലാക്കവെല്ലാം പറഞ്ഞായിരുന്നോ? നമ്മളൊന്നും പറഞ്ഞില്ല. അല്ല സുഖമില്ലാത്ത ആളല്ലേ രമണി. ഇവിടെ മരുമോളില്ലേ അടിച്ചു വരാനായിട്ട്? അയ്യോ നയൻതാര എഴുന്നേറ്റിട്ടില്ല, അവൾ ഉറക്കത്തില്ല. അവള് മരുമകളല്ല മൈമോളാ. അങ്ങനെയൊന്നും പറയില്ല രമണി. മരുമോളാണെങ്കിലും മോളാണെന്ന് കരുതണം. നിങ്ങൾക്കത് പറയാം. ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. ഞാനേ ഇവിടെ കിടന്ന് പാടുപെടുന്നത്. അല്ല നമ്മളൊരു നന്മക്ക് രാവിലെ തന്നെ മരുമൊക്കെ സപ്പോർട്ടായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും ആ കാളരമണിയോട് സംസാരിക്കാൻ പോകും? നമ്മളെപ്പോലെ സ്റ്റാൻഡേർഡ് ഉള്ളവരുമായി മിങ്കിൾ ചെയ്യാവും. 2 ദിവസമായിട്ട് ഇന്നാ ശരിക്കൊന്ന് പോയത്. കഴിഞ്ഞേക്ക് വാടാ, കഴുകിയിട്ട് വരാം. ഹലോ, ആ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യല്ലേ? അതെ, മനസ്സിലായി. കുടുംബശ്രീ. നാളെ വിളിക്കാം. ദേവന്മാരെ മര്യാദ നോക്കണല്ലേ. എവിടെ പോവാ മെമ്പറെ? ഒന്ന് നിന്നേ. നീക്കാൻ സമയമില്ല, പോയിട്ട് വേറെ കാര്യമുണ്ട്. എങ്ങോട്ടാണ് ഇയാള് ബാണം വിട്ട പോലെ പോണത്? ഇത് നമ്മുടെ മെമ്പർ സരസപ്പല്ലേ വരുന്നത്. ഇന്നെന്താണ് ധൃതിയിലൊരു നടത്തം? ഇതിപ്പോ വല്ല ഷുഗറും പിടിച്ചാ? ഒന്നും മാറി പിള്ളേരോട്. ഇരുന്നോ, ഇനി അധികം ഇരിക്കേണ്ടി വരില്ല. മെമ്പറെ, എന്താണ് പതിവില്ലാതെ ഈ വഴിക്കൊരു നടത്തം? കാര്യമുണ്ട്, അല്പം സീരിയസാ. വാ എടാ, നമ്മുടെ മെമ്പറുടെ ആർക്കോ സീരിയസ് ആണെന്ന്. എഴുന്നേറ്റ് വാ, വാടോ എഴുന്നേറ്റ്. എന്താ മെമ്പറെ കാര്യം? തിരക്ക് പിടിക്കണ്ട, എല്ലാരും വിളിക്ക്. വാ പറയാം. ആർക്കാ മെമ്പർ സീരിയസ്? ആർക്കും സീരിയസും അല്ല, ഹോസ്പിറ്റലും അല്ല. പക്ഷെ സംഭവം വളരെ സീരിയസാ. വാ, ഒരു കാര്യമുണ്ട്. എന്നതാ മെമ്പറെ കാര്യം? പറയാം. ഒരു ഗ്ലാസ് വെള്ളം താ. വേഗം അങ്ങോട്ട് കൊടുക്ക്.
ആ, വെള്ളം കുടിക്കാനാണോ ഇത്ര വേഗത്തിൽ ഇങ്ങോട്ട് വന്നത്? അതിനിവിടെ നടന്നത് വല്ലതും നിങ്ങൾ അറിഞ്ഞോ? ഇല്ല, എന്താ മെമ്പറെ? നമ്മളെ എല്ലാവരും ഇവിടുന്ന് ഒഴിപ്പിക്കാൻ പോവുകയാണെന്ന്. ആ ആര്? സർക്കാര്. എന്തിന്? സർക്കാരിന് പൂങ്കാവനം പണിയാൻ. ശ്ശേ, അതല്ല, നമ്മളെ എല്ലാവരെയും ഒഴിപ്പിച്ചുകൊണ്ട് സർക്കാരിന് ഇവിടെ പൂങ്കാവനം പണിയാൻ. പടച്ചോര്, നമ്മൾ എന്താണ് ഈ കേക്കണത്? സത്യമാ CMA, ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞാ ഒഴിപ്പിച്ചിരിക്കും. ആ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ആലപ്പുഴ MLA ആണെന്ന് പറഞ്ഞ് നടന്നിട്ടെന്നാ കാര്യം? ഒരു മെട്രോ വന്നാ കൊച്ചിക്ക്, ഒരു എയർപോർട്ട് വന്നാ അതും കൊച്ചിക്ക്. എന്തിന്? യൂസഫ് അലി ഒരു മാള് പണിത്, അതും കൊച്ചിയിൽ. ആലപ്പുഴ മാത്രം ഒരു കോപ്പും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ MLA എന്ന് പറഞ്ഞിട്ട് എന്നാ വായി ചെയ്യാനാ കോപ്പ്? അങ്ങനെ പറയല്ലേ കോര സാറേ, ആലപ്പുഴ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഇത് ടൂറിസ്റ്റ് പ്ലേസാ. ഇവിടെ എന്താണുള്ളത്? അതന്നെ, ആകപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കടൽപ്പാലത്തിന്റെ അസ്ഥികൂടം. നേരം വെളുത്ത അവിടെ വന്ന് കുറെ പേര് നിരന്നിരുന്ന് അങ്ങ് തൂറും. പിന്നെ കുറെ ആഫ്രിക്കൻ പായലും. ഈ ആഫ്രിക്കൻ പായൽ വാരിയിട്ട് എനിക്ക് എന്നാ കിട്ടാനാ? അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കോരണം. അതിന് ദൈവമായിട്ട് തന്നതാണ് ഈ പൂങ്കാവനം. ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ കോരും. കോരാൻ കോര സാറേ, നമുക്ക് ഒരുമിച്ച് കോരാം. അപ്പോഴേ ഈ കോരട കൂട്ടത്തിൽ കോരാൻ ആരും നിൽക്കണ്ട, അത് ഞാൻ ഒറ്റയ്ക്ക് കോരിക്കോളാം. ഓ കേട്ടാ? ഇവിടെ നാടിന് എന്തെങ്കിലും പുരോഗതി വരണം എന്ന താല്പര്യം കൊണ്ടല്ല, അതിൽ നിന്ന് എന്തെങ്കിലും വാരണം എന്ന താല്പര്യമാണ് ഇവിടെ എല്ലാവർക്കും മുഖ്യം. അത് CM ഞങ്ങൾക്കിട്ടൊന്ന് വാരിയതാണല്ലോ. CM-നറിയോ, പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച് ഒന്ന് പ്രസവിക്കാൻ പോലും മറന്നുപോയവളാ ഈ MLA സരസമ്മ. അറിയോ? പാർട്ടിയുടെ യുവജന വിഭാഗവുമായി ചർച്ച ചെയ്താൽ തീർച്ചയായും അവരതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു തരും. ഞാനേ പ്രസവിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യമാ പറഞ്ഞത്. നിങ്ങൾ ഈ പ്രസവവും പ്രവർത്തനമൊക്കെ നിർത്തി എന്റെ പൂങ്കാവനത്തിലേക്ക് വാ അല്ലേ? വെറുതെ അതൊന്നും പറഞ്ഞ് സമയം കളയണ്ട, കാര്യത്തിലോട്ട് വാ. കോര സാറ് പറഞ്ഞ മാതിരി ചേരി ഒഴിപ്പിക്കൽ അത്ര എളുപ്പമല്ല, പ്രശ്നമാ. ആ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്റെ CMA, ഒന്ന് ഓർത്തു നോക്കിയേ. ഈ കോവളത്തും ഗോവയിലും ഒക്കെ സായിപ്പും മദാമയൊക്കെ എണ്ണയും കുഴപ്പം തേച്ച് കമുന്ന് കിടക്കുന്ന പോലെ നമ്മൾ ആലപ്പുഴ കടപ്പുറത്ത് കമുന്ന് കിടക്കുന്ന രംഗം ആലോചിക്കാൻ വയ്യ. പിന്നെ അവർക്ക് കുടിക്കാൻ ബിയർ പാർലർ, മസാജിങ് സെന്റർ, ഇതൊക്കെ നമ്മളിവിടെ പണിതിരിക്കും. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഓർത്ത് കുളിര് കോരുക. എന്റെ CMA, ആലപ്പുഴ ടൂറിസം നമ്മൾ പൊരിക്കും. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. നമ്മളെ ഇവിടെ തൊഴിപ്പിച്ചിട്ട് സായിപ്പിനെ മാതാവിനെ കുളിപ്പിച്ച് കിടത്താൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. പിന്നെ എന്റെ കാളെ, കാള തന്റെ മൊറ്റവള്. ഓ നീ ഒന്ന് അടങ്ങ്. വെറുതെ കിടന്ന് അലറിയിട്ട് വല്ല കാര്യമുണ്ടാ? നമ്മൾ ജനിച്ചു വളർന്ന മണ്ണീന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അങ്ങോട്ട് ഒഴിയിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അല്ലേ ഗോവിന്ദ? ഒഴിപ്പിക്കാൻ വേണ്ടി അവരിങ്ങോട്ട് വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കരയുടെ ബലം അല്ലേ അച്ചോ? പാവങ്ങളായ ആയിരങ്ങളെ ഒഴിപ്പിച്ചിട്ടല്ല സർക്കാർ പൂങ്കാവനം കെട്ടേണ്ടത്. പൂങ്കാവനം കെട്ടേണ്ടത് അവന്റെ ഒക്കെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു പൂങ്കാവനം കെട്ടില്ല. ഇനിയിപ്പോ ഇവിടെ പോലീസല്ല പട്ടാളം വന്ന് ഇറങ്ങിയാൽ പോലും നമ്മൾ ആരും ഇവിടുന്ന് ഒഴിയുന്ന പ്രശ്നമില്ല. ഇതിന്റെ എല്ലാം പിന്നിലെ ആ MLA KC കോരയാ. അയാള് കോരയല്ല, ചേരയാ. നമ്മൾ ചേരിക്കാരുടെ എല്ലാം ചോര കുടിക്കാൻ വന്ന ഈ ചേരി സംരക്ഷിക്കാൻ വേണ്ടി ഈ ലോഹ വരെ അഴിച്ചു വെക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങളോ? ജാഥ MLA-യുടെ വീടിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഓക്കെ സാർ, 100ഓളം പേര് വരും സാർ. ഓക്കെ. ആ നിർത്ത് 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 ഇവിടെ നിർത്ത്. ആ മതി മതി, ഇവിടെ നിന്ന് ആരും മുന്നോട്ട് വരരുത്. നിർത്ത് നിർത്ത് നിർത്ത്, എല്ലാരും സമാധാനമായിട്ട് പിരിഞ്ഞു പോണം. ഞങ്ങൾക്ക് പുല്ലാണ്. ഞങ്ങൾക്ക് പുല്ലാണ്. ഓ
എന്തൊക്കെ പൊല്ലപ്പാടോ താൻ ഈ കാട്ടിക്കൊടുത്ത. CMA ഇനി ഒത്തുതീർപ്പിനൊന്നും ശ്രമിക്കണ്ട. എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറും. ഇന്ന് രാത്രി തന്നെ ചേരി ഒഴിപ്പിച്ചിരിക്കും. എടോ കോരെ, താനിത് എന്ത് ഭാവിച്ചിട്ട? ഇത്രയും പൊല്ലാപ്പ് ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ടാണോ ഇനി അടുത്തത്? എടോ ആ പാവങ്ങൾ അവിടെ കിടന്നോട്ടെ. എന്റെ CMA, സർക്കാർ ഭൂമിയിൽ ചുമ്മാ കുടിലും കെട്ടി താമസിച്ച ആരും അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. എനിക്ക് അവരെ ഒഴിപ്പിക്കണം. അവരെ ഒഴിപ്പിച്ച് അവിടെ പൂങ്കാവനം പണിതേ പറ്റൂ. ആ പാവങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തില് ഇത് ഞാൻ തനിക്ക് കൂട്ടു നിൽക്കില്ല. എടോ ബഷീറെ, താൻ എന്താണ് ഈ കുന്തം വിഴുകി പോലെ ഇരിക്കുന്നത്? അല്ല മിനിസ്റ്ററെ, MLA കോര പറയുന്നതിലും കാര്യമുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ടൂറിസം വന്നതിന്റെ പേരിൽ എത്ര കോടികളാണ് മുടക്കുന്നത്. അപ്പൊ പിന്നെ നമ്മള് അപ്പൊ താൻ ഇത് തന്നെയാണ് പറയുന്നത്? ഇക്കാര്യത്തില് കോര സാറ് പറയുന്നതിലപ്പുറം എനിക്കൊരു വാക്കില്ല. എന്തൊക്കെ ആയാലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. വേണ്ട, കൂട്ടു നിൽക്കണ്ട. പക്ഷേ CMനോടുള്ള കൂട്ട് ഞാൻ അങ്ങ് വിടും. ഞാൻ അപ്പുറത്തേക്കൊന്ന് ചാടും. അപ്പൊ പിന്നെ എന്റെ കൂടെ വേറെ ആരൊക്കെ ചാടുമെന്ന് CMന് ഊഹിക്കാലോ അല്ലേ? ഓ, ഈ വക ഭീഷണിയുടെ പേരിലാണ് ഞാൻ എല്ലാവരുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. ഇതിന്റെ പേരിൽ എന്റെ കോര താൻ ചാടാനും ഓടാനും നിൽക്കണ്ട. താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തുലക്ക്. വീട് പൊളിക്കുന്നത് വേണ്ട. അങ്ങനെ കൊല്ലം മണ്ടിക്ക് കുഞ്ഞാണ്ടിക്കൊരു ഗോള് കിട്ടി. ഒന്ന് പറഞ്ഞു വിടറോ. ചേരി കടലിൽ പോയിന്ന്. അച്ഛനല്ല, ചേരി ഗോയിങ് ടു സീ. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ രാജനെ, യു എൻജോയ് എൻജോയ്. അഭിനന്ദി, നീ എൻജോയ്. അടിച്ചു കയറ്റിക്കൂ. അപ്പൊ പറഞ്ഞ പോലെ ബിയർ പാർലർ ആൻഡപ്പന്, മസാജിങ് സെന്റർ ജോയിക്ക്, ചായക്കട അത് ബഷീറിന്. ഇതിന്റെ എല്ലാം കൂടി കമ്മീഷൻ എന്റെ പോക്ക്. ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ ശരി. പക്ഷെ ആദ്യത്തെ ഗഡു 10 കോടി. അത് ഉടനെ എത്തുമല്ലോ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ വൻ ബാങ്ക് കവർച്ച. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ പൂങ്കാവനം പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ള ആദ്യ ഗഡു 10 കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടത്. സുരക്ഷിതമല്ലാത്ത ബാങ്കിൽ പണം നിക്ഷേപിച്ചതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ നടന്ന ബാങ്ക് കവർച്ചാ കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 4 പേരെ അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ കൊള്ളയടിച്ച പണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബാങ്ക് കവർച്ചയുടെ CCTV ദൃശ്യങ്ങളിലേക്ക്. സാറേ, ഞങ്ങളെ വേണമെങ്കിൽ തല്ലി കൊന്നു. എന്നാലും ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. ഞങ്ങള് പാവങ്ങളാ, ഇനിയൊന്നും ചെയ്യില്ല സാർ. സഹിക്കാൻ പറ്റാത്തോണ്ടാ. നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
സത്യമാണ് സാർ ഞങ്ങൾ പറഞ്ഞത്. സത്യത്തിൽ ഇതാണ് സാർ സംഭവിച്ചത്. എല്ലാം ഞാൻ പറയാം. എക്സ്ക്യൂസ് മീ. എന്ത് പറ്റി സാർ? ആക്ച്വലി ഐ ലോസ്റ്റ് മൈ കീ. എന്റെ കീ നഷ്ടപ്പെട്ടു. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ ഇവിടെയുണ്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. Yeah. I'll be there. I'm on the way. Yeah, within 10 minutes. രാജേഷേ, ഇതാ സാറിന്റെ വണ്ടി. ഒന്ന് നോക്കി. സാർ ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി. Hello? Yeah. TV man, how are you? Yeah. Only 10 lakhs? Come on, fix it. സാർ അവിടെ നിൽപ്പുണ്ട്. സാർ ബൈക്ക് റെഡി. Thank you. Good job, man. Thank you, sir. എന്ത് നല്ല മനുഷ്യൻ. പൂത്ത വണക്കാരനാന്ന് തോന്നുന്നു. അടിപൊളി വേഷമുള്ള പഹയ. ഇതെവിടുന്ന് ഒപ്പിച്ച്? ഭഗവാൻ പല വേഷങ്ങളിലും കാര്യം നടന്നാ പോരേക്കാ. കൊള്ളാലോടാ. ഇത് എവിടുന്ന് ഒപ്പിച്ച്? അതെവിടുന്നെങ്കിലും ആട്ടേക്കാ. അതെ, ഇത് സാധാരണ നക്കാപ്പിച്ചൽ ഒതുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വളരെ റിസ്ക് എടുത്തുകൊണ്ടുവന്ന വണ്ടിയാ. പിന്നെ റിസ്ക്? നമ്മുടേത് പൊളിച്ച് പാർട്സാക്കി വിൽക്കുന്നവരെ നമുക്കൊണ്ട ഈ റിസ്ക്. നീ ഇത് കട്ടുകൊണ്ടുവന്ന വണ്ടിയല്ലടാ. കട്ടുകൊണ്ടുവന്ന വണ്ടിക്ക് ഇവിടെ ഒരു വിലയുണ്ട്. ഞാനത് അങ്ങോട്ട് തരും. ഇന്ന പിടിച്ചേ, മോമ്പിട്ടോ. അല്ലേക്ക് ഇത് പോരാ. അത് മതി. ഇക്കാക്ക് വേറെ പണിയുണ്ട്. അല്ലേക്ക് ഇത് പോരന്നേ. പോടാ, വിട്ടോടാ മോനെ. അടുത്തിനെ ശരിയാക്കി തരാട്ടോ. ഇന്നടാ പോടാ. ഞാൻ പോയിട്ട് വരുവേ. നല്ല ചന്തുള്ള ബൈക്ക് കണ്ടിട്ടുണ്ട് പൊളിക്കാൻ തോന്നുന്നു. ഈ പഹേന് ഇത് എവിടെ നിന്ന് അടിച്ചോണ്ടെന്നാണ് റബ്ബേ. ഇനി ബാപ്പ അറിഞ്ഞ എനിക്കറിയൂല.
വാങ്ങിയിട്ട് 2 മാസം പോലും ആയിട്ടില്ല. എന്റെ ചേട്ട ബയറിങ് പോകാതെ അത് വലിച്ചൂരിയെടുക്കുന്നത്. കഷ്ടം. ആ എന്താ പതിവില്ലാതെ ഓട്ടോറിക്ഷയില്? അത് പിന്നെ എന്തു പറ്റി? മുഖമല്ല ഇരിക്കണേ. ബാപ്പ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിന് മുമ്പേ ബൈക്ക് വെച്ചാ തിരിച്ചു വന്നപ്പോ ബൈക്ക് കാണുന്നില്ല. അല്ലേ കാക്ക, അതാ നമ്മുടെ ബൈക്ക്. അതന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? എടാ ചെട്ടി, നമ്മുടെ മരുമോന്റെ ബൈക്ക് കട്ടുണ്ടോന്ന് നമ്മുടെ കടയിൽ തന്നെ നീ വിറ്റല്ലടാ. നീ ഹിമാലയത്തിലാണോടാ ഫ്രിഡ്ജ് വിട്ടേ? ചേട്ടാ സ്റ്റോപ്പ് ഇറ്റ്. ചേട്ടോ വലിയ മനിന ബാഗ് തൂക്കി ഇറങ്ങിയേക്കോ. മാറ് പൂട്ടിയപ്പോ ഗതികേട് കൊണ്ട് വന്ന് നിക്കാന്ന്. എന്നിട്ട് നമ്മുടെ നെഞ്ചത്തോടെ പൈസ ഞാൻ വാങ്ങിച്ചിരിയല്ല. മറിക്ക് ജോസേ, മറിക്ക്. ഇറങ്ങി വരാൻ. എടാ പമ്പ മുതൽ സന്നിധാനം വരെ ക്യൂ നിന്നിട്ട് അയ്യപ്പനെ കാണേണ്ടെന്ന് പറഞ്ഞാൽ രാജൻ ഇറങ്ങി വരും. ഇത്രയും നേരം ക്യൂ നിന്നിട്ട് നീയൊക്കെ കുപ്പ് വാങ്ങാൻ ഇറങ്ങി വരാൻ പറഞ്ഞാൽ ജോസേ ഞാൻ വരിക. എടാ നിന്റെ അപ്പം മരിച്ചെന്ന്. ഞാൻ 1.5 മണിക്കൂർ പറഞ്ഞു. പെട്ടെന്ന് എടുക്ക്. എന്നിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. എടാ ജോസേ, എന്റെ കൂട്ടുകാർ വരുമെന്ന്. അവരെനിക്ക് ട്രീറ്റ് ചെയ്യണ്ടേടാ. കാര്യം നീ മാറിയിരിക്കും. നിന്നോട് സംസാരിച്ചാൽ ഞാൻ ലൈൻ്റെ പുറത്തു മാറിയിരിക്കണം. എന്നെ പിടിച്ചു പറ്റാത്തടാ. അവന്റെ അടി കൊണ്ട് ഞാനിപ്പോ അതെ ഒരു പോയിന്റ് ഇതിലെ ചാടിയെ തരാവോ? കൊല്ലടാ പന്നിയെ. സാറിന്റെ ഉദ്ദേശം? നീ ആരടാ ചോദിക്കാൻ? ഞാനാരാണെന്ന് പിന്നെ പറയാം. ആദ്യം ഈ പയ്യനെ വിട്ടേക്ക്. വിടാ. സാർ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം. നീ ആരാടാ? ഈ പടത്തിലെ വില്ലനാ? വില്ലനോ നായകനോ ആയിക്കോട്ടെ, എന്താ സാറിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എനിക്ക് ഇവന് വേണം. പറ്റില്ല. എനിക്ക് ഇവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ വേണം.
ഇത് പറയാനാണോ സാർ ഇത്രയും മസിൽ പിടിച്ചിട്ട്? ദിസ് ഇസ് മൈ കാർഡ്. നാളെ ആളിനെ വിട്ട് കാശ് വാങ്ങിച്ചോ. എനിക്ക് വേണ്ടത് കാർഡല്ല, ക്യാഷാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കൊണ്ടുപോകും. കഴിയുമെങ്കിൽ കൊണ്ടുപോയിക്കോ. ഈ പുന്നാരമോൻ എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കാശ് വാങ്ങിച്ചിട്ട് വണ്ടി വിൽക്കുന്നതാ റാവുത്തർക്കാർ. ഓഹോ, അത്രേ ഉള്ളോ പ്രശ്നം? ആ, എനിക്കിത് വലിയ പ്രശ്നം തന്നെയാണ്. ഇത് സ്ഥലം വേറെയാണ് മോനെ. Take it easy, take it easy. Relax, relax. Well, എന്താ പേടിച്ചു പോയോ? അവനെ വിടടാ. മാറടാ. ക്യാഷ് നാളെ നീ തന്നെ നേരിട്ട് ഒന്ന് മേടിച്ചോ. മനസ്സിലായടാ? കേറടാ വേണ്ടിയില്ല. ഏയ് കേറടാ മോനെ വേണ്ടിയില്ല. പെട്ടെന്ന് കേറടാ എല്ലാവരും. ഇത് ഇനം വേറെയാണ് മോനെ. വിട്ടോ, വണ്ടി വിട്ടോ. ബായ് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിനക്കും എനിക്കും കിട്ടും പണം, ലക്ഷം ലക്ഷമായിട്ട്. എങ്ങനെ? ആ പറയാം. മാറ്റോ ഇവിടെ ഈ മക്കളെ ഹാൻഡ് ബോളാണത്. വെറുതെ അവിടെ ഇട്ട് കളിക്കണെന്തിനാണ്? ഈ പൊട്ടന്മാരാണ് നിങ്ങൾ. പിന്നെ എന്തീ കാണിക്കണത്? അവിടെ മാറ്റില്ല, അതിൽ നിങ്ങൾ തോക്കും. ഇതിന്ന് ഇടി കൊണ്ടത് തന്നെ. അങ്ങോട്ട് കളി അവനോട് ഇരിപ്പുണ്ട്. നേരെ അവന്റെ മുമ്പിൽ തന്നെ കൊണ്ട് നിർത്തും. എന്താണ് അവിടെ ഇരിക്കുന്നത്? വെറുതെ ഇരുന്ന സാർ. കച്ചവടത്തിന് വന്നാണാ? ഇല്ല സാറേ, ഞാൻ പണി നിർത്തിയ. ബാഗിൽ എന്താടാ? ഒന്നുമില്ല സാറേ. ബാഗ് ഇങ്ങോട്ട് വന്നടാ. ഇഞ്ചി മുട്ടായാണ് സാർ. ഇഞ്ചി മിഠായി? എന്ന് സാർ ഇത് കണ്ടില്ല സാറേ, ഇഞ്ചി മിഠായി ആണ്. എന്താടാ കച്ചവടമൊക്കെ നിർത്തിയോ? ഇത് ഇഞ്ചി മിഠായി തന്നെയാണോ അതോ ഹെറോയിനോ മറ്റാണോ? അതാണ് ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ കച്ചവടമൊക്കെ നിർത്തി. നമ്മുടെ ഈ ഫേസിന് ആരെയും ഹെറോയിനൊക്കെ തരാനും സാറേ, വെറുതെ കൊതിപ്പിക്കാതെ. വാടോ. ഇതെങ്ങനെ സംഭവിച്ചു? ഏയ് വാ ബായ്. ഇതാണ് സംഭവം. നന്ദി വായി. ആ സമയത്ത് ബാഗ് മാറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാനെ. ബായ് ഇഞ്ചി മിഠായി കച്ചവടക്കാരനാണ്. ഇതുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ബായ് സെറ്റപ്പാണല്ലോ.
നല്ല കാറൊക്കെ ഉണ്ടല്ലോ. ബാ ശരിക്കും ആരാ? പറയൂ. അപ്പുറത്തൂടി ഇപ്പുറത്ത് വരാൻ പറ്റില്ലല്ലേ? മുझे नहीं माफ कीजिए. ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. നീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ധാരാവിയെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയിട്ടുള്ളവനാണ് ഈ ഞാൻ. ബോംബെ വാക്ക് പറഞ്ഞ വാക്ക, തെറ്റിയാ തോക്ക്. അതാണ് എന്റെ പോളിസി. പഴംപൊരി വാങ്ങിച്ചേരാൻ പറഞ്ഞപ്പോ ഉന്തംപൊരി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ ചെക്കനെ വീട്ടിൽ കയറി എന്തെങ്കിലും പറഞ്ഞാൽ മേടിച്ചോളൂ ചെറുക്കനാ. ഇനി അതുകൊണ്ട് ഇല്ലാണ്ടായി. പന്നി, ഇനി നീ എന്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാൻ പറ. എന്റെ പട്ടി മേടിക്കും. ഓടുതടിയാ. പോടാ, തരത്തി പോയി കളിയടാ. നീയൊക്കെ ഇനി പട്ടി കിടന്നോടാ തടിയാ. നാണില്ലോടാ. കാള പോലെ വളർന്നിട്ട് ഒരു കൊച്ചു പയ്യന്റെ വായിരിക്കണ കേൾക്കാൻ. ബോംബെ ആണത്രേ, ബോംബെ. കോപ്പിലൊരു തോക്ക്. ഒന്നും മതിയാക്കടാ, കൊറേ ആയല്ലോ ഇത്. എടാ ഗതികെട്ട കാമുകന്മാർക്ക് ലോകത്തെവിടെ സംഭവിക്കേണ്ട കാര്യമേ നിനക്ക് സംഭവിച്ചിട്ടുള്ളൂ. അതിന് നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ബോംബെയില് ഇതുപോലൊരു സംഭവം. പൊന്നല്ലേ ഉപദ്രവിക്കല്ലേ. അല്പം മനസ്സമാധാനത്തിന് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഇനി അതുകൊണ്ട് ഇല്ലാണ്ടാക്കല്ലേ. അളിയാ, അവളുടെ അച്ഛന്റെ പ്രതികരണം എന്തായിരുന്നു? എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ ചോദിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? 10 പൈസയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലെ അക്കൗണ്ടുമായി നീ വാടാ. അല്ലബലാതി, അന്ന് നിനക്ക് ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തരാം. ഇറങ്ങണ നാളെ എന്റെ വീട്ടിൽ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അന്തോട് കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. വളരെ മോശം പ്രതികരണമായിരുന്നല്ലേ. ചോർദോ ഭായ്, ചോർദോ. അളിയാ, നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? വരൂലേ? വരും. വരൂ. എന്നാ വിളിക്കണ്ട. വന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാ? അല്ല, നമ്മുടെ റൂമിലേക്ക്. അപ്പൊ നീ എവിടെ കിടക്കും? രണ്ടുപേരുടെയും നടുക്ക് അവള്. അല്ല, ബോംബെയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ മനുഷ്യർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ബോംബൻ എന്നെ കൊണ്ട് പറയുന്നത്. അന്തോ ഭായ്, സബൂർ സബൂർ. എന്തായാലും നാളെ നീ അവളെ ഒന്ന് കാണും. എന്ത് കാര്യത്തിനായാലും ഞാൻ കൂടെ ഉണ്ട്. ഈ കാര്യത്തിൽ മാത്രം ഞാൻ നിന്റെ കൂടെ ഇല്ലളിയ. അയ്യോ, നോക്കണ്ട, നിന്റെ പേരുണ്ടതിൽ. കൊടു കൊടു. ഇതൊന്നും പ്രിയദർശന്റെ പാട്ട് സീനോ? ആരാ പറഞ്ഞേ കേരളത്തിലെ ആണുങ്ങളൊക്കെ അധ്വാനശീലരല്ല? കണ്ടില്ലേ ഈ പൊരുവയിലെത്തിരുന്ന് അധ്വാനിക്കുന്നത്? ഈ ഉഴുതുമറിക്കലൊക്കെ വല്ല പാടത്തും കാണിച്ചിരുന്നെങ്കിൽ നല്ല വിളവെടുക്കായിരുന്നു. വെറുതെ എല്ലാ കാര്യത്തിനും തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരൂലായിരുന്നു.
അധ്വാനിച്ചോ മുझे भी एक दिन आएगा എന്നാണോ എന്തോ. ഹലോ അളിയ സംഗതി പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇയാൾ പറയുന്നതെല്ലാം അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണം. എന്തായാലും നമ്മളെ രക്ഷിച്ച ആളല്ലേ, നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. വിശ്വാസം അതല്ല എല്ലാം. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നേരിടാടാ. കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കാം. ഞാൻ വാങ്ങട്ടെ ചേട്ടാ. ഞാൻ വാങ്ങിട്ട് വരാം. വേണ്ട, എവിടെ ഇരി. ഈ ഇരുട്ടത്ത് പോലെ ഇരിക്കുന്ന നീ അവിടെ പോയി കഴിഞ്ഞാൽ നേഴലാന്ന് പറഞ്ഞ ആരെങ്കിലും തട്ടി വീഴും. നീ കസേര പല്ലും കാണിച്ച് ചിരിച്ചോണ്ടിരുന്നാ മതി. എന്തിനാ ഞാൻ പല്ലും കാണിച്ച് ചിരിച്ചോണ്ടിരിക്കണത്? ഇല്ലെങ്കിലേ ആരെങ്കിലും ആളില്ലെന്ന് കരുതി എന്റെ മടിയിൽ കയറിയിരിക്കും. അടിപൊളി. ആഹാ സൂപ്പർ അളിയാ, ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ മതി. ഞാനിപ്പോ വരാവേ. തന്നി എനിക്ക് കിട്ടാക്കണം. അളിയാ നീ ഇവിടെ ഇരി, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, നീ പോട്ടോ. 2 KF. നീ വന്നേ. എടാ ബിയർ വെച്ചോ, ഭയങ്കര ചാടാ, വിലയും കൂടുതൽ. ഞാൻ ബിവറേജ് ക്യൂ എന്തെങ്കിലും വാങ്ങിച്ചത്, നീ വാ. എടാ ബിവറേജ് അടയ്ക്കാതെ നീ വാ. വിലയും കൂടുതൽ, ഭയങ്കര തണുപ്പ്. ആരെങ്കിലും കണ്ടോന്നു? നീയല്ലേ പറഞ്ഞ AC പറഞ്ഞ് ബീർ അടിക്കണമെന്ന്, പിന്നെന്തോ പറ്റി? ഒന്നും പറ്റാതിരിക്കാൻ പറ്റില്ല, നീ വേണം വന്നേ. ഇവനെന്ത് വട്ടാ? Hey, stop there. 1 minute. ഞാനാ? അതെ, നിന്നെ തന്നെ. പേഴ്സ് എടുക്കണ. ഞങ്ങളുടെ പേഴ്സ് എന്തിനാ സാറിന്? നിങ്ങളുടെ പേഴ്സല്ല, നീ അവിടെ നിന്ന് ഒരുത്തന്റെ പേഴ്സ് അടിച്ചു മാറ്റിയില്ല, ആ പേഴ്സ്. ഇയാളെന്തേ പറഞ്ഞത്? നീ എങ്ങനെ എടുത്താ? ഞാനാ പേഴ്സാ? എടുക്കടാ. ഏയ് പെട്ടെന്ന് എടുക്കടാ. മാജിക്കാരനല്ലേ? അയ്യോ ഇതേതാ പേഴ്സ്? ഇതെങ്ങനെ പോക്കറ്റ് വന്നു? മാജിക്കുകാരൻ തെണ്ടിത്തരം കൊണ്ട് പരിചയം കേട്ടോ. കൂടെ നിക്കളിയാ. നിൽക്കുമല്ലോ, തല്ലാതെ വരുന്നത്. എന്താ പോയി? ഇതാ നിന്റെ പേഴ്സ്. ഇവിടെ അടിച്ചു മാറ്റിയതാ. എന്റെ പേഴ്സ് ആണല്ലോ. പേഴ്സ് അടിച്ചിട്ട് വർത്താനം പറഞ്ഞു. പേഴ്സ് എന്റെ പോക്കറ്റ് വന്നു. ഞാൻ കൊടുക്കട്ടെ സാറേ. പോളാ ചാക്ക്. ഞാൻ ഒരെണ്ണം കൂടി കൊടുത്തണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഇതിനൊക്കെ ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ. ഒറ്റക്കെട്ടി വന്ന് അടിയടാ, കൂട്ടത്തിൽ വന്ന് അടിക്കുന്നോടാ. കൊടി വരെ നിന്നെ കാണിച്ചടാ. ധൈര്യം ഉണ്ടെങ്കിൽ ബോംബെയിലേക്ക് വാടാ. മുംബൈയിൽ എവിടെയാണ് വരേണ്ടത്? മുംബൈയിൽ എവിടെയെങ്കിലും വാടാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? പപ്പ ചൂടായതിൽ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. സ്വന്തം മക്കളെ യോഗ്യനായ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക എന്നത് ഓരോ പാരന്റ്സിന്റെ അംബീഷനാണ്. അല്ലാതെ അന്തവും കുന്തവും ഇല്ലാത്ത നിന്നെ പോലുള്ള അന്തോമാരുടെ കയ്യിൽ പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ ആർക്കാ താല്പര്യം ഉണ്ടാവുക? ശരി, സമ്മതിച്ചു. ഞാൻ അന്തവും കുന്തവും ഇല്ലാത്തവനാ. നിന്നെ കെട്ടാനുള്ള യോഗ്യത എനിക്കില്ല. ചൂടാകാൻ വേണ്ടി പറഞ്ഞതല്ല, ഇല്ലാത്ത യോഗ്യത ഉണ്ടാക്കണം. ജീവിതത്തെ കുറച്ചൊക്കെ തന്റെ അടുത്തോടെ നീ നേരിടണം. ജീവിതത്തെ ഞാൻ തന്റെ അടുത്തോടെ നേരിടാം,
ഞാൻ വിളിച്ച നീ ഇറങ്ങി വരും. വരാം. ഒരു ദിവസം 3 നേരം വേണ്ട, ഒരു നേരം എന്നെ പോറ്റാനുള്ള കഴിവുണ്ടെന്ന് അന്തോക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വരാം. പ്രോമിസ്. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ, എൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇനിയെങ്കിലും നീ ഒന്ന് സീരിയസ് ആക്ക്. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് അറിയാലോ. അധിക നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഇപ്പൊ നീ ഒരു ജോലിക്ക് ശ്രമിക്ക്. അപ്പൊ പപ്പ സമ്മതിക്കും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ കുറെ നേരമല്ലേ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ എന്താ ശ്രമിക്കാഞ്ഞിട്ടാ? എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പ്രേമം പോലും കാശുള്ളവന്മാർക്ക് പറഞ്ഞേക്കുന്ന, കാശില്ലാത്ത എനിക്ക് എന്ത് പ്രേമം? നമുക്ക് പിരിയാം. സ്നേഹിക്കുന്നവളെ സ്വന്തമാക്കാനുള്ള കഴിവില്ലാതെ വരുമ്പോ ആ കഴിവുകടി മറയ്ക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള ആണുങ്ങളുടെ അവസാന വാക്കാ ഈ പിരിയൽ. അങ്ങനെ പിരിയാനാണോടാ നീയും ഞാനും സ്നേഹിച്ചത്? ഓക്കെ, എനിക്ക് സമ്മതം. നമുക്ക് പിരിയാം. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് പിരിയാം. വിദ്യ, വിദ്യ, I'm really sorry വിദ്യ. I don't want to talk to you. I won't see you again. വിദ്യ, no. നിക്കവിടെ. ഞാൻ ഒന്ന് പറഞ്ഞേക്ക് പ്ലീസ്. വേണ്ട, എനിക്ക് കേൾക്കണ്ട. എടാ അന്തോ, ദേ അയാള്. ആര്? നിനക്ക് ആളെ മനസ്സിലായില്ലേ? എടാ നമ്മളെ ബാറി വെച്ച് തല്ലിയില്ലേ ആ തെണ്ടി. എവിടെ? എടാ വണ്ടി എടുത്ത്. നീ അങ്ങോട്ട് പോണം. അങ്ങോട്ട്. നീ എന്ത് കാണിക്കാൻ പോണം? എടാ ആവശ്യത്തെ പണിക്കരുത്. നീ ഈ പ്രശ്നത്തെ ഇടപെടരുത്. നിനക്കല്ലോ അത് കിട്ടിയത്, എനിക്കല്ലേ? ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല. ഇന്ന് ഞാൻ അവരുടെ 2 കൊടുക്കും. എടാ അയാൾ ഇതിന് ചുമ്മാ പഞ്ഞിക്കിടും. നീ വെറുതെ അയാളെ രക്ഷിക്കാൻ നോക്കരുത്. ഈ ബോംബെയുടെ സ്റ്റൈൽ എന്താണെന്ന് ഇന്ന് അയാൾ അറിയും. നീ ഇവിടെ നിന്ന് കണ്ടോ? നീ ആ ഓട്ടോ വിട്ടിട്ട് ആംബുലൻസ് വരാൻ പറടാ. എന്നാ പോയി കേറി കൊടുക്ക്. നാം വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അന്ന് നീ എന്നെ തല്ലി അല്ലടാ? അന്നേ നിന്നെ ഞാൻ നോട്ട് വെച്ചിരിക്കുക. എന്നെങ്കിലും എന്റെ കൈ കിട്ടും. ഇതേ എന്റെ നാടാ. ധൈര്യം ഉണ്ടെങ്കിൽ തല്ലി നോക്കടാ. അയ്യോ അയ്യോ അന്തോ, അയ്യോ അയ്യോ ഇത് ആംബുലൻസ് തന്നെ വേണ്ടി വരുന്ന തോന്നുന്നു. എന്ത് പറ്റുള്ളയാ? അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട വേണ്ട. അയാളുടെ കൂടെ വേറെ ആൾക്കാരോടൊന്ന് അറിഞ്ഞില്ലളിയാ. അയ്യോ, മരണ ഇടിയായി പോയളിയാ. ഇറച്ചി വെട്ട് വരാൻ തോന്നുന്നു. ഒന്നും മിച്ചമില്ല. അയ്യോ, എന്തായാലും കുറച്ച് സമയം എടുക്കും. നടക്കാൻ വയ്യളിയാ. പതുക്കെ പോരെ. അയ്യോ, ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. അവിടെ നിന്നേ. ഞാൻ ഓടും. ഓടരുത്. ഓടും. എന്റെ കൈ പിടിക്കില്ല. ഇനി എന്നെ തല്ലേ. ചൂടാവല്ലേ പ്ലീസ്. ഞാൻ ചത്തു. തല്ലാനല്ല, എന്റെ മത് കൈവെക്കാൻ നീ കാണിച്ച ധൈര്യത്തിന് ഈ കാർഡ് ഒരു പക്ഷേ നിന്റെ ലൈഫ് തന്നെ മാറ്റിയേക്കും. തല്ലുനിന്ന് കാർഡ് തന്നു പോണം. ലാലേട്ടന്റെ കൂട്ടുകാരനാന്ന് തോന്നുന്നു. അയ്യോ അയ്യോ അമ്മേ, അയ്യോ എന്താ എന്തോ ആ ഫോണിക്കുള്ള പാല് കുടിക്കലൊന്നും നിർത്തടാ. അമ്മേ, അയ്യോ എന്താ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാളിയാ. ഇടയ്ക്ക് കയറി വരണ്ടാന്ന്. നീ അത് സീരിയസ് ആയിട്ട് എടുത്തല്ലേ? ഓ, നീയല്ലേ പറഞ്ഞ ബോംബെയിലെ വലിയ ആളാന്ന്. ഞാൻ ആളാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ബോംബെയിലെ വലിയൊരു ആളാണെന്ന് ആഗ്രഹം ഉണ്ടെന്നേ പറഞ്ഞു. അമ്മേ, സാധി എടാ ദ്രോഹി. അല്ലടാ, എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം ഇതാ. ആദ്യമായിട്ടാ ഒരാളെ തല്ലിയിട്ട് വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് പോകുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി കാണാം അല്ലേ? എന്താ നിങ്ങളുടെ തീരുമാനം? സോറി സാർ, ഞങ്ങളെ കൊണ്ട് അതിനൊന്നും പറ്റൂല. ഞങ്ങളെ വിട്ടേ. ഒരു മിനിറ്റ് നീ വന്നേ. എന്താടാ നമ്മളെല്ലാം തീരുമാനിച്ചല്ലോ. ഒരു കാര്യം മാറ്റം. നീ ഇവിടെ വന്നേ. നീ ഇതെന്ത് പരിപാടിയായി കാണിക്കുന്നേ? ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ദൈവമായിട്ട് കൊണ്ടുവന്നൊരു ചാൻസാ.
അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പാസ്ബുക്കുമായിട്ട് അവളുടെ അപ്പന്റെ മുമ്പിൽ പോയി ഞെളിഞ്ഞൂടെ നിനക്ക്? എന്നാൽ ഈ ബാങ്ക് റോബറി എന്നൊക്കെ പറഞ്ഞ റിസ്ക് അല്ലടാ. എടാ റിസ്ക് ആണ്. ജീവിതത്തിൽ റിസ്ക് എടുത്തവര് മാത്രമേ ഇതുവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എനിക്കത് എന്നും കൊന്നും ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നമുക്ക് രക്ഷപ്പെടേണ്ട കളിയാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. ഒന്നും ആലോചിക്കാനല്ല, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. വാ എടാ തമാണ കേട്ടോ. കാണിക്കാൻ പോണ സാർ. എന്ത് തീരുമാനിച്ചു? ഞങ്ങൾ റെഡിയാണ് സാർ. ഗുഡ്. ഞാൻ ബോംബെയിലായിരുന്നപ്പോ ഒരുപാട് ബാങ്ക് റോബറീസ് ഇങ്ങനെ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ബാങ്ക് റോബറിയുടെ സിനിമയുടെ CD കണ്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഈ ബാങ്ക് റോബറി എന്ന് പറഞ്ഞാൽ വെറും പിള്ളേർ കളിയല്ല. ഇറ്റ്സ് എ ഹൈലി റിസ്കി ഫാക്ടർ. മുന്നോട്ട് വെക്കുന്ന ചുവടുകളിൽ ഒന്ന് പിഴച്ചാൽ എല്ലാം തകിടം മറിയും. എവരിവൺ ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ? ഇയാൾ എന്താണ് ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കുന്നത്? മിണ്ടാതിരിടാ മണ്ട. തുമ്പ, you have any doubt? Yes sir. What? No sir. No. Anyway, ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ നമ്മളുടെ കൈകളിൽ എത്താൻ പോകുന്നത് കോടികളാണ്. കോടികൾ. അല്ല ബൈ, എക് ചോട്ടാ സ ഡൗട്ട്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കോടികളില്ലേ, നമ്മൾ ഏത് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ്? അതെ, നിന്റെ അമ്മൂമ്മയുടെ ഭൂപണയ ബാങ്കിൽ കൊണ്ടുപോയി. ഇല്ല സാറേ, അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട്. അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട്, ഭൂപണയ ബാങ്ക്. ഭൂപണയ ബാങ്ക് ഇല്ലേ? അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട്. ഓക്കെ ഓക്കെ. പണത്തിന് മീതെ ഒരു ഫുൾ പവർ ഉണ്ട്. അംബാനി മുതൽ ബിൽഗേറ്റ്സ് വരെ പണം മതിയായി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പണം വരുമ്പോ മനസ്സ് മാറിയേക്കാം, പക്ഷേ നമ്മുടെ മനസ്സ് മാറരുത്. ഞങ്ങളുടെ മനസ്സ് മാറില്ല പോയി, പക്ഷെ ഈ രണ്ട് തെണ്ടികളുടെ മാറായിരുന്നാ മതി. പണം കണ്ട മനസ്സ് മാറുന്നവരല്ല ഞങ്ങള്. കൂടുതൽ അനക്കല്ലേ? നീ എന്ത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഓരോരുത്തരെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ടൈമിംഗ് തെറ്റിയാൽ നമ്മുടെ ഓപ്പറേഷൻ പൊളിയും. നാളെ മുതൽ ബാങ്ക് നിങ്ങളുടെ നിരീക്ഷണത്തിൽ ഉണ്ടാവണം. വെറുതെ പെണ്ണുങ്ങളെ കൊണ്ട് നിന്ന് വരുന്നട്ടോ. ഇവനൊക്കെ എവിടെ നിന്ന് വന്നു? What can I do for you, sir? എന്തിനാ നല്ല വോയിസ്? Please take your seat. ഇരിക്കൂ സർ. അത് പിന്നെ ഇടുന്നതിന് ഇൻട്രസ്റ്റ് എങ്ങനെ? What? ഐ മീൻ ഡെപ്പോസിറ്റ് ഇടുന്നതിന്റെ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്. Sir, do you have any account with this bank? No. No? No. Yes. Yes? Sir, എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? 2 കോടി. Excuse me, sir. 1 minute, please. വെറുതെ വായം പൊളിച്ചിരിക്കാതെ പോയി വാച്ച് ചെയ്യട മരപ്പട്ടി. പോയി വാച്ച് ചെയ്യാൻ. ഓ അതെ, ആ പെണ്ണ ചോര മുഴുവൻ ഊറ്റി കുടിക്കല്ലേ? ഇവിടെ ഒരു ക്യാമറയുണ്ട്. സിനിമ പോസ്റ്റ് ചേർന്ന് അവിടെ ഉണ്ടല്ലോ. എന്താ കുട്ടിയുടെ പേര്? ഹേമ. ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ മൊത്തം പീസുകളാ. എന്റെ സ്റ്റോർ പണിയിൽ ഇവിടെ തന്നെ ഇട്ടേക്കാം. ശരി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് സർ. ഓ താങ്ക് യു സർ. എന്താണ് വേണ്ടത്? ഞാൻ കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാ. ഇവിടെ സേഫ് ആണല്ലോ മാഡം? ഈ ബാങ്കിലെ സ്ട്രോങ് റൂം ഒക്കെ സ്ട്രോങ് അല്ലേ? ഷ്യൂർ സർ. ഒരു 15 കോടി വരെയൊക്കെ ഇവിടെ സേഫ് ആണ്. ഏറ്റവും മോഡേൺ ടെക്നോളജിയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്, വിത്ത് സെൻസർ. ഓഹോ, കുത്തിപ്പൊളി. എന്താ സർ? ഒന്നുമില്ല. എനിത്തിങ് എൽസ്? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു സർ. ഇത് പൊളിക്കാൻ കുറച്ച് പാടുപെടും. സെക്യൂരിറ്റി, നല്ല പേര്. സെക്യൂരിറ്റി എന്നാണല്ലേ പേര്? അല്ല, ജോസ്. അത് കൊള്ളാം, നല്ല പേരാ. മിസ്റ്റർ ജോസ്, ഈ ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്ന എത്ര രൂപ ശമ്പളം കിട്ടും? 16,000 രൂപ കിട്ടും. 6,000 രൂപ? ഛേ, ബേച്ചാര. ഹിന്ദിയിൽ കഷ്ടം എന്ന് പറഞ്ഞതാ. ഹിന്ദി അറിയാത്ത തെണ്ടി. അങ്ങ്
ബോംബെയിൽ ഞങ്ങൾക്ക് 2-3 ബാങ്കുകളൊന്ന് പറയുകയായിരുന്നു. മിസ്റ്റർ ജോസ്, 2 ആഴ്ച കഴിയുമ്പോൾ മിക്കവാറും ഞങ്ങളൊരു ബാങ്ക് തുടങ്ങും. അന്ന് ഞങ്ങളുടെ ബാങ്കിന്റെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും. ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം കിട്ടും. താങ്ക് യു സർ. മിസ്റ്റർ സെക്യൂരിറ്റി, ഒരു 10 കോടി രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ ബാങ്ക് തുടങ്ങാൻ പറ്റും. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല സർ. ഇതൊന്നും അറിയാതാണോ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നത്? എന്താ സർ? അതെ, ഈ ബാങ്കിന്റെ താക്കോല് കയ്യിലുണ്ടോ? എന്തിനാ? അല്ല, ഒന്ന് കാണാൻ. അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാക്കാനല്ല കേട്ടോ. ഈ ബാങ്കിന്റെ താക്കോല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. ആണോ സത്യം? ബാങ്കിന്റെ താക്കോലൊന്നും എന്റെ ഇല്ല. പിന്നെ താനൊക്കെ ഏത് കോപ്പിലെ സെക്യൂരിറ്റി ആണോ? താക്കോലൊക്കെ വെച്ച് കയ്യിൽ വെക്കണ്ടേ? തന്നെ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇപ്പോഴേ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഉല്ലുക്കപ്പെട്ട കമ്പനിയെ ബദ്മാഷ് സെക്യൂരിറ്റി. Sir, we are giving high interest for our prime customers like you. സർ, നിങ്ങളെ പോലുള്ള പ്രൈം കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഒരു 15% വരെ. സർ, എപ്പോഴാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അത് 2 കോടി കിട്ടുമ്പോ. സർ, യുവർ കോൺടാക്ട് നമ്പർ പ്ലീസ്. കോൺടാക്ട് നമ്പർ 9893. അതെ, ബില്ല് അടക്കാത്തതുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, ഇംഗ്ലീഷ് നല്ല സാധനം. ഒരു മിനിറ്റ്. അതെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കും. ഒരു സെക്യൂരിറ്റി ആവുള്ള ലുക്കൊന്നും തനിക്കില്ല കേട്ടാ. ഓടാ ഭ്രാന്ത, നീ ഒന്നും ബാങ്കല്ല തുടങ്ങേണ്ടത്, വല്ല ഭ്രാന്താശുപത്രിയും പോയി തുടങ്ങും. എന്നെ വെറുതെ നൈസാമാക്കരുത്. വണ്ടി കയറ്റി കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങോട്ട് വേണം. ധൈര്യം ഉണ്ടെങ്കിൽ ഭ്രാന്തിനെ വിളിച്ചോണ്ട് നീ ഇങ്ങോട്ട് വേണം. പറഞ്ഞല്ലേ വെറുതെ അവിടെ ഒന്ന് പോടാ. യോമാർക്ക് വട്ടാന്നാ തോന്നുന്നു. ഏതോ ഭ്രാന്താശുപത്രി നിന്ന് ചാടി വന്നതാ. എന്താളേ അവളെ വിളിച്ചിട്ട് കിട്ടലടാ. എടാ, നീ ഞാൻ പറഞ്ഞല്ല കേക്കണ്ടോ? എടാ, വിദ്യ ഫോൺ വെച്ചിട്ട് എടുക്കല്ലാന്ന്. വിളിക്കും അളിയാ, അവൾ ഉറപ്പായിട്ടും വിളിക്കും. ഒന്നുമില്ലെങ്കിൽ അവളുടെ കല്യാണം നിന്നെ വിളിക്കും. നീ തമാശിച്ചതാ അളിയാ. ഞാനിപ്പോ റോബറി മൂടില്ല. ധൂം 2ന്റെ പല ഭാഗങ്ങളും ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടോ? ദയവേത് ശല്യപ്പെടുത്തി പോയി കിടന്ന് ഉറങ്ങ് പ്ലീസ്. ജീവിക്കാൻ നോക്കുമ്പോഴാണ് അവനവന്റെ വിദ്യയും ലക്ഷ്മി കോടാലി. അയ്യോ അമ്മേ, എന്തിനാണോ എന്തോ ഈ റോബറിക്കാരൊക്കെ ഈ ഒഴിഞ്ഞു കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടൊന്ന് പ്ലാനിങ് വെക്കുന്നത്. വല്ല ഹോട്ടലിലോ ബിയർ പാർലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. അയ്യോ, ഇതെന്തോന്ന് മൂത്രോ? ടൈമിംഗ് തെറ്റി ഓപ്പറേഷൻ പൊളി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ കൃത്യസമയത്ത് വരാണ്ടിരിക്കുന്നത്. എനിക്ക് പ്രാന്താണ്ടാട്ടാ വാങ്ങാത്തൊരു ഇടപാട്. എവിടായിരുന്നടാ ഇതുവരെ? എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? നീ ബായെ കണ്ടോ? ഇല്ലളിയാ, ഞാൻ കണ്ടില്ല. അയ്യോ, എന്നെ കൊണ്ട് ഇനി വയ്യേ. അതെ, വല്ലാതെ കഷ്ടപ്പെട്ടാ ഞാൻ ഈ 10-15 നേരം ചവിട്ടി കയറി വന്നത്. രാവിലെ കഴിച്ച് എല്ലാം തേച്ച്. അളിയാ, വല്ലതും കഴിക്കാറുണ്ടോ അളിയാ? പിന്നെ എവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എടുത്തു തന്നു. തമാശക്കല്ലേ അളിയാ, വിശന്നിട്ടാ. നീ ചുമ്മാ നോയിക്കൊണ്ടിരിക്കാതെ തിന്നാൻ പോയി വല്ല വാങ്ങിച്ചോടാ ചേട്ടി. ഞാനാണല്ലോ നിന്റെ വേലക്കാരനോ? ഞാനും നിന്നെ പോലെ ഈ റോബറി കമ്പനിയിലെ സ്റ്റാഫാ. വേണം പോയി വാങ്ങിച്ചു തിന്നടാ. അവനങ്ങനെ പറഞ്ഞു ഇത്ര ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ചൂടാ നീ എന്താ? നീ എന്താണ് ചൂടാ?
എന്താ മോന്തടിച്ചു ഞാൻ ചൂടാണ് ഇത് ശരിയാകില്ല. നമുക്ക് ഇത് ഇവിടെ വച്ച് നിർത്താം. നിങ്ങളെ വച്ച് ഈ പ്രോജക്ട് പ്ലാൻ ചെയ്ത ഞാനാണ് വിട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനക്ക് എന്റെ വഴി. ഗുഡ് ബൈ. ഈ പ്രൊജക്ട് ഉണ്ടോണ്ടാ ഞങ്ങളുടെ ലൈഫ് തന്നെ മുന്നോട്ട് പോണത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. മേലാലെങ്കിലും ഉണ്ടാവരുത്. ഇവന്റെ വർത്തനം ആരായാലും തന്നെ. ഇറ്റ്സ് ഓൾറൈറ്റ്. ജസ്റ്റ് സേ സോറി ടു ഈച്ച് അതർ പ്ലീസ്. ഇനി ഇന്ന് തൊട്ട് ഈ ടീമിൽ ഒരു സ്പാർക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. ഓക്കേ? പ്രോമിസ്. ഹാപ്പി? എങ്കിൽ നമുക്കിന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ. കവാലം കായലിൽ കുഞ്ഞോളം തുള്ളുമ്പോൾ തെങ്ങിൻ്റെ സത്താകും തൂവെള്ളക്കള്ളടിച്ച് തന്താനെ തിത്താനെ ഒരു നാടൻ പാട്ടും പാടി തുഴയെറിഞ്ഞ് താളത്തിലായി തിരകൾക്കു മീതെ പറന്നു നീങ്ങാം. തെങ്ങിൻ്റെ സത്താകും തൂവെള്ളക്കള്ളടിച്ച് താളത്തിലൊഴുകുന്ന പുഴ കണ്ടാൽ കണ്ണൊന്നും ചിമ്മാതെ നോക്കി നിൽക്കും. താളത്തിലൊഴുകുന്ന പുഴ കണ്ടാൽ കണ്ണൊന്നും ചിമ്മാതെ നോക്കി നിൽക്കും. ഓളത്തിൻ താളത്തിലൊഴുകിയിടും കിന്നാരം ചൊല്ലുന്ന താരാകൂട്ടങ്ങൾ. ഓളത്തിൻ താളത്തിലൊഴുകിയിടും കിന്നാരം ചൊല്ലുന്ന താരാകൂട്ടങ്ങൾ. വലയെറിയാം പുഴയതിലായി കരിമീനും ചെമ്മീനും അതുവഴി ഇതുവഴി പല വഴിയോടും മീനുകൾ മാറിക്കൂട്ടിയെടുത്തിടാ. പച്ചവിരിച്ചൊരു നെൽപ്പാടം, അറിഞ്ഞു കുറുകെ പാലങ്ങൾ. പച്ചവിരിച്ചൊരു നെൽപ്പാടം, അറിഞ്ഞു കുറുകെ പാലങ്ങൾ. കാറ്റിന്റെ താളത്തിലാടിയിടും തെങ്ങോല കൈതോല കൂട്ടങ്ങൾ. കാറ്റിന്റെ താളത്തിലാടിയിടും തെങ്ങോല കൈതോല കൂട്ടങ്ങൾ. തിരയുയരും നുരപതയും മിഴികളിലോ കുളിർ പകരും. പുഴയുടെ തീരത്തരികിലിറങ്ങി കള്ളും കപ്പയും കൂട്ടിയടിച്ചിടാ.
കവാലം കായലിൽ കുഞ്ഞോളം തുള്ളുമ്പോൾ തെങ്ങിന്റെ സത്താകും തൂവെള്ളക്കള്ളടിച്ച് തന്താനെ തിത്താനെ ഒരു നാടൻ പാട്ടും പാടി തുഴയെറിഞ്ഞ് താളത്തിലായി തിരകൾക്കു മീതെ പറന്നു നീങ്ങാം. ഓ ഓ ഓ അളിയ പെട്ട് പോലീസ് എല്ലാം പൊളിഞ്ഞളിയാ. എല്ലാവരും ഒറ്റിക്കൊടുത്തായിരിക്കും. എന്താടാ നിന്റെയൊക്കെ പേര്? തുമ്പ ബോംബെ ചട്ടി കണ്ടോ? തുമ്പ, ബോംബെ, ചട്ടി, പൊട്ടി. നിന്റെ തന്തയ്ക്കും തലയ്ക്കൊക്കെ മനുഷ്യപ്പേരില്ലേടാ ഇടാൻ. നിനക്കൊന്നും ചില്ലറ മോഹമൊന്നും അല്ല അല്ലടാ. അതെ, അതിമോഹമാണ് മോനെ, അതിമോഹം. നിന്റെ അപ്പന്റെ ചിത കത്തുന്ന കാലം വരെ. സോറി സാർ, ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? എടാ, നീയൊക്കെ മരത്തെ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും. അതെ, സാറിനെ ലോങ് സൈറ്റാ. ഷൈജു, പറയടാ. സോറി സാർ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്. അറിവില്ലായ്മ? പാതിരാത്രി ബിയറും കുപ്പി തലയെ വെച്ച് നിന്റെയൊക്കെ അമ്മായിയുടെ കുട്ടനാട്ട് പാട്ട് പാടാൻ നിനക്കൊക്കെ അറിയാം അല്ലടാ? പബ്ലിക് ന്യൂസൻസിനാണ് നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അറിയാവോ? എന്താടാ ചിരിക്കുന്നേ? ശിക്ഷ എന്താണെന്ന് അറിയാവോ? അറിയില്ല സാർ. 2000 രൂപ പിഴയും 3 മാസത്തെ തടവും. അത്രയൊന്നും ഇല്ല സാറേ, 1 മാസത്തെ തടവ് 1000 രൂപ പിഴയുള്ളൂ. എടോ, ഞാൻ ഇവന്മാരെ പേടിപ്പിക്കാൻ കൂട്ടിയടിച്ചതാ. ഓക്കെ, അപ്പോൾ 6 മാസത്തെ തടവും 6000 രൂപ പിഴയും. കുറച്ചും കൂടി പേടിച്ചോട്ടെ സാറേ. ഹലോ, എന്നാടി? വരുമ്പോ 2000-ന്റെ സാരിയോ? ഓ, നാളെയാണോ അമ്മായിയുടെ സഞ്ചയനം? വാങ്ങിച്ചോണ്ട് വരാം. 4 പേര് 500 വെച്ച് 2000. അതുകൊണ്ട് 500 4 പേരും കൂടിയിട്ട് 2000 തന്നാ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടാം. സാറേ, ഒരു 700 വെച്ച് മേടിക്കും. എന്തിനാണോ അത്? ഒരു 800 രൂപയുടെ സാരി എന്റെ ഭാര്യയ്ക്ക് മേടിക്കല്ല. തലയിരിക്കുമ്പോ പാലാടണ്ട. എന്നാ സാർ കൈക്കൂലി മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. എന്നാ 700 സാർ, ഞങ്ങളുടെ കാശില്ല സാർ. നിനക്കൊക്കെ പാരാത്രിക്ക് കുടിച്ച് അറുമാദിക്കാൻ കാശുണ്ട്. 700 ഇടാൻ കാശില്ല. എന്നാ നീയൊക്കെ ഒരു 6 മാസം അകത്ത് കിടക്ക്. അല്ല പിന്നെ ഭാര്യക്ക് സാരി മേടിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാല് പിടിച്ചകത്തിരട്ടെ സാറേ. സാർ, ഞങ്ങളുടെ ബൈയുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചു തരാം.
കിട്ടുവോ? ഉറപ്പാണോ? പറ്റിക്കരുത്. കിട്ടും സാർ, ഉറപ്പായിട്ടും കിട്ടും. കിട്ടും. ഷൈജു, എന്നാ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യ്. ജീപ്പ് സ്റ്റാർട്ട് ആകുമെന്ന് നോക്കട്ടെ. I will call you back. കാലി ചവിട്ടാടാ തെണ്ടി. നീ ഇന്നലെ കാലടക്കം വെച്ചു. ഭായിയുടെ കാർ ഇവിടെ കിടപ്പുണ്ട്, ഭായ അകത്തുണ്ടാവട്ടെ. നിക്ക് രണ്ടുപേര് പോയാ മതി. രണ്ടുപേര് ഇവിടെ നിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരല്ലേ? ഇല്ലെങ്കിലേ ഇവന്മാര് നമ്മളെ പറ്റിക്കും. ഓ, സാറിന്റെ ഒടുക്കത്ത ബുദ്ധി. ബൈ 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 ബൈ. ഇങ്ങനെ പോയി കിടക്കണേ. ബൈ ബൈ. എന്താടാ പോലീസൊക്കെ? ഭായ്, ഇന്നലെ രാത്രി ഞങ്ങളെ പോലീസ് പിടിച്ച് 700 വെച്ച് കൊടുത്താലേ വിടുള്ളൂന്ന് പറഞ്ഞു. കള്ളു പിടിച്ചു വന്നപ്പോ പിടിച്ചാണ് ഭായ്. ഇവിടെ ഒന്ന് ബായുടെ പൈസ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ബൈ ഒന്ന് സഹായിക്കണം. ബൈ ഒന്ന് പറഞ്ഞാലേ വിടുള്ളൂ. വെറുതെ ഓരോരോ മാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. നോൺസെൻസ്. ഭായ് മുമ്പില്. ഭായ്, ഇതെന്താണ് ഈ വരുന്നത്? കൊടിമരം. ഇതാണോ നിങ്ങളുടെ ബായി? ബായ് പബ്ലിക് ന്യൂസൻസിന് 4 പേരും 700 ചെയ്തിട്ട് മൊത്തം 2800 രൂപ ബായ് സാറിന് കൊടുക്കണം. സാറിനും എന്റെ ഭാര്യക്കും, അല്ല സാറിന്റെ ഭാര്യക്കും എന്റെ ഭാര്യക്കും സാരി. അതൊന്നും ഇവിടെ പറയണ്ടോ, കാശ് മേടിക്കാൻ നോക്ക്. സോറി സാർ. ഇതാ പൈസ, അവരെ വിട്ടേക്ക്. എനി പ്രോബ്ലം? നോ പ്രോബ്ലം. താങ്ക് യു. ബൈ 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 ബൈ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കണം കേട്ടോ. സാരി മേടിക്കാനുള്ളതാ. പണി എന്തായാലും കിട്ടുന്നു. കളിച്ചിരിക്കണം. നടക്കട മുന്നിൽ കോലം വെച്ചേക്കണം. തെറി ഉറപ്പുണ്ട്. നടക്കട നടിയാൻ വേണ്ടി ഞാൻ ഭായ് ചാടാൻ നിൽക്കണം. പറയടാ. എനിക്ക് വയ്യ, നീ വല്ലതും പറഞ്ഞാൽ മതി. നീ പറയുന്നേലും വിളിക്കുന്നു. എന്നെ കൊണ്ടൊന്നും വയ്യെന്ന്. എടാ നീ വിളിക്ക്. ഭായേ, വിട്ടിത്തരം കാണിക്കരുത്. നിങ്ങൾ എന്തിനാ പോലീസിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത്? നമ്മുടെ പ്ലാനിങ് എന്തെങ്കിലും ലീക്കായാൽ ഞാനും നീയും ഒക്കെ അകത്ത് കിടക്കും. എന്നാ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് അപ്പൊ പോലീസുകാർ പിടിക്കുമ്പോ അപ്പൊ ബായുടെ അടുത്തോട്ട് വരണ്ടല്ല. മോണെ, എന്തിനാ അഡ്വാൻസ്? ഒരു ദിവസം കൂടി കഴിഞ്ഞാ കോടികളല്ലേ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കേ? എന്റെ മാതാവേ, 10 രൂപയുടെ പൊട്ടാസ് തോക്ക് തിരുനാളിൽ മേടിച്ച് പൊട്ടിച്ച പരിചയം എനിക്കുള്ളൂ. ആളെ കൊല്ലം തോക്ക് ആദ്യമായിട്ടാ കയ്യില്. കാത്തോളണേ. എടി, ഹലോ, ഞാനവിടെ വിളിക്കാം. വിദ്യ, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചെന്നറിയോ? നീ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? സോറി, എനിക്ക് നിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. നീയും ഞാനുമായുള്ള അഫയറുമായി ബന്ധപ്പെട്ട് വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ നിനക്ക് അറിയാലോ. ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ. അന്തോ നമ്മുടെ കാര്യത്തിൽ ഇനിയും നീ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ. വിദ്യ, നീ വിഷമിക്കണ്ട. നാളത്തോടു കൂടി നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീരും. ഒരു 2 കോടി രൂപ മതിയാവില്ലേ നമ്മൾ രണ്ടുപേരും 3 നേരം ആഹാരം കഴിച്ച് ജീവിക്കാൻ? അന്തോ നീ എന്താ എന്നെ കളിയാക്കുവാ? കളിയാക്കിയതല്ല, നാളെ രാത്രി നമ്മളിവിടെ വിടും. അതേടി, എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് സ്നേഹിച്ച പെണ്ണെ കൊണ്ട് ആന്തോ നാളെ ഇവിടുന്ന് പറക്കും. ഓഹോ, അപ്പൊ നമ്മള് ഫ്ലൈറ്റിലാ പോണേ? നാളെ രാത്രി നീ ബസ് സ്റ്റാൻഡിലേക്ക് വാ. ഫ്ലൈറ്റിന് പോണോ ബസ്സിന് പോണോ എന്നുള്ളത് നാളെ തീരുമാനിക്കാം. നിലാവേ നീ പാടുമോ? നിലാവേ നീ പാടുമോ? എൻ ഹൃദയം നിനക്കായി തരാം ഞാൻ. എൻ ഹൃദയം നിനക്കായി തരാം ഞാൻ. എന്നിൽ നിറഞ്ഞു നീ
നിലാവേ നീ പാടുമോ നിലാവേ നീ പാടുമോ നെഞ്ചിൽ തുടിക്കുമീ ഗാനം ഓരോ കിനാവിലും നീ മാത്രമല്ലോ നെഞ്ചിൽ തുടിക്കുമീ ഗാനം ഓരോ കിനാവിലും നീ മാത്രമല്ലോ ജീവൻ തുടിപ്പുകൾ നിനക്കായി മാത്രം ജീവൻ തുടിപ്പുകൾ നിനക്കായി എന്നും നിനക്കായി ഞാൻ കാത്തിരിപ്പു നിലാവേ നീ പാടുമോ നിലാവേ നീ പാടുമോ നിലാവേ നീ പാടുമോ നിലാവേ നീ പാടുമോ എൻ ഹൃദയം നിനക്കായി തരാം ഞാൻ എൻ ഹൃദയം നിനക്കായി തരാം ഞാൻ എന്നിൽ നിറഞ്ഞു നീ പാടൂ എന്നിൽ നിറഞ്ഞു നീ പാടൂ നിലാവേ നീ പാടുമോ നിലാവേ നീ പാടുമോ ആഹാ ഇവിടെ ഇരിപ്പുണ്ടോ? വിദ്യ വിളിച്ചിരുന്നു. ഞങ്ങൾ ഒളിച്ചോട്ടം പ്ലാൻ ചെയ്തു. നാളെ രാത്രിയുള്ള ബസ് സ്റ്റാൻഡിൽ വരും. ബാങ്ക് റോബറി കഴിഞ്ഞ് ഞാൻ രാത്രി ബസ് സ്റ്റാൻഡിൽ ചെല്ലും. പിന്നെ വിളിച്ചോളൂ. എടാ എന്തോ നമുക്ക് ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പോരാടാ. നീ ഇതിൽ കൂടി ചിന്തിക്കാനൊന്നുമില്ല. നാളെ ഞങ്ങൾ ഒളിച്ചോടും. ഉറപ്പാ. അവന്റെ ഒരു ഒളിച്ചോട്ടം കുന്തം അതല്ലടാ. നമുക്ക് ഈ ബാങ്ക് റോബറിയെ കുറിച്ച് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേന്ന്. നീ എന്തീ പറഞ്ഞു വരാൻ? അതല്ല, ഒരു പക്ഷേ നമ്മൾ പിടിക്കപ്പെട്ട അകത്തു പോകും. നമുക്കിത് വേണോ അളിയാ? ഞാനത് തീരുമാനിച്ചു. എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ഞാൻ മനസ്സിലാവില്ല. തെണ്ടിത്തരം പറയരുത്. എന്റെ മനസ്സിന് ആശ കുത്തി കുറച്ചിട്ട് ഇപ്പൊ വേണ്ടെന്നോ? ഒന്നുകൂടെ ഞാൻ ലൈഫാ. നീ ഞാൻ മാറൂല. നീയും തോക്ക് മാറ്റി പിടിച്ചേ. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ. ഞാൻ മാറില്ല, ചത്താലും മാറില്ല. നല്ല ക്ഷീണം. ഞാൻ ഉറങ്ങാൻ പോവാ. നീ വന്നിടത്ത് ഉറങ്ങിയേ. നാളെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ.
ജയിലിലൊക്കെ നല്ല കൊതുവാന്നാ കേട്ടത്. ഇവരിത് വല്ല അറിയാമോ? ദൈവമേ, അതൊന്ന് ജീവിക്കാനാണ് ശരി. വേഗം തുറക്കടി, പെട്ടെന്ന് സമയം 10:15. ബൈനൊന്ന് വിളിച്ചാലോ? മിസ് കോൾ അടിച്ചാൽ മതിയാ. ഇതില് ബാലൻസ് ഇല്ല. ബായി തിരിച്ചു വിളിക്കും. പന്നത്തരം പറയല്ല, പന്നി വിളിക്കടാ. ചൂടാവുന്ന ഇങ്ങോട്ട് മാറിക്കടി. എടുക്കടാ പൈസ, പൈസ എടുക്കാൻ. ബായി എടുക്കുന്നില്ല. ബായി എടുക്കുന്നില്ലല്ലോ. ഇതിനല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞേ. പണി പാളോ, എന്തോ കുഴപ്പമുണ്ട്. എന്റെ ഫോണാ? ഞാൻ ഇന്നലെ കൂടെ നന്നാക്കിയല്ലേ ഉള്ളൂ. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ എനിക്ക് നീ അമ്മാരൊന്ന് വിളിച്ചേ. എന്താടാ? എടാ ചെട്ടി, ബായി വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ ഒന്ന് വിളിച്ചേ. ഞാൻ വിളിച്ചോട്ടെ. അവൻ വിളിക്കാം. എന്താ കിട്ടുന്നില്ല? ഒന്നര വിളിക്ക്. ഇത് പണി പാളിയെന്നാ തോന്നുന്നത്. നീ അമ്മടുത്തേക്കാൻ പോ. അവിടെ മുഴുവൻ ആള്. എന്താണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. ബാങ്ക് പൂട്ടിയിരിക്കുക. നോക്ക്. അവധിയാണോ ബാങ്കിൽ? ഓടെ പൊട്ട. എടാ എന്താ കുഴപ്പമുണ്ടോ? ഇനി ഇവിടെ എന്താ പ്രശ്നം? പണി പാളിയെന്നാ എടുത്തെടുത്തോ. ഇവിടെ എന്താ ആൾക്കൂട്ടം? എല്ലാരും മാറുന്നേ, ഒന്ന് മാറി നിൽക്കാൻ. സാറേ, സാറേ, സുധാകരൻ സാറേ, സാറേ, സാറ് താക്കോലോടെ സാറേ, സാറേ ആ താക്കോലെന്താ തുറന്നേ? എന്താ എന്താ പറ്റിയത്? ആരും പൂട്ടിയത്? സാറേ, മനോജ് സാറേ, പ്ലീസ് സാറേ, ആരകത്ത്? സാറേ ഒന്ന് തുറന്നേ, സാറേ ഒന്ന് തുറന്നേന്ന്. മാതൃ തുറക്കാൻ. എന്താ കൂട്ടെ കാണിക്കണേ? പല ആവശ്യങ്ങളുള്ളതാണ് കേട്ടോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. നാളെ പേപ്പറൊക്കെ ആയിട്ട് സ്റ്റേഷനിലേക്ക് വാ. സാർ. ആ, താൻ എവിടെ ഉള്ളത്? നെടുമുടിയിലുണ്ട് സാർ. എത്രയും പെട്ടെന്ന് ആക്സി ബാങ്കിലെത്താം. അവിടെ റോബറി നടന്നു. എവിടെ? ആക്സി ബാങ്കോ? ഉടനെ എത്തണം. ഇപ്പൊ പോവാൻ സാർ. ഞാൻ അവിടെ എത്തിക്കോളാം. വണ്ടി പോട്ടെ.
വരുമ്പോൾ 10 മിനിറ്റാണല്ലോ സാർ ഞാൻ പോയത്. പോകുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു സാർ. തുറക്ക് എല്ലാവരും ഇറങ്ങി വേഗം വാ. ഒന്ന് മാറിക്ക്. എന്താ മോള് സംഭവിച്ചത്? എന്തെങ്കിലും പറ്റിയോ? ഈ കാരണവരെ അങ്ങോട്ട് വിട്ടേക്ക്. അകത്തോട്ടാരും കയറരുത് ചേട്ടാ. എല്ലാവരും ഒന്ന് ഒതുങ്ങിന്നേ. മാറിയിക്കാനല്ലേ പറഞ്ഞേ? ഒതുങ്ങ്. ഹലോ, അതെ, നിങ്ങളാരാണ്? അവരിപ്പോ എവിടെയുണ്ട്? അതിർത്തി കടക്കും വരെ നമ്മൾ തമ്മിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. സൂക്ഷിക്കണം. ഓക്കെ സാർ. ഓക്കെ സോറി. എല്ലാം പാക്ക് ചെയ്തു. പാക്ക്. അവിടെ നോക്ക്. ഇവിടെ സെർച്ച് ചെയ്യണം.
ഓ സാർ, ചെക്ക് ചെയ്യുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ സാർ, വണ്ടി കയറൂ, പോവാം. വിഴിഞ്ഞം പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുവാനായി 4-അംഗ സംഘം ഇന്നെത്തും. ആലപ്പുഴയിലെ ആക്സി ബാങ്ക് കൊള്ളയടിച്ച 4 യുവാക്കൾ അറസ്റ്റിൽ. ആലപ്പുഴ CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ബാങ്കിലെ CCTV ദൃശ്യങ്ങളാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. തീരദേശ നിവാസികളായ തുമ്പ, ബോംബെ, ചെട്ടി, അന്തോ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആക്സി ബാങ്ക് കവർച്ച കേസിലെ പ്രതികളെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അനുമോദിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സത്യത്തിൽ അതാണ് സാർ സംഭവിച്ചത്. ഞങ്ങളെല്ലാം ബാങ്ക് കൊള്ളയടിച്ചത്. ആ ഭാവി ഞങ്ങളെ ചതിച്ചതാ. നീയൊക്കെ പറയുന്ന ഈ കള്ളക്കഥകൾ വിശ്വസിക്കാൻ മാത്രം ഉണ്ണാക്കുമാരല്ലടാ ഞങ്ങള്. നീയൊക്കെ അടിച്ചു മാറ്റിയ പൈസ എവിടെയാടാ ഒളിപ്പിച്ചിരിക്കുന്നത്? സാറേ, ഞങ്ങളെ വേണമെങ്കിൽ തല്ലി കൊന്നു, എന്നാലും ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. ഞങ്ങളല്ല ഇത് ചെയ്തത്. റോബറി നടത്താൻ വേണ്ടി തന്നെയാ സർ ഞങ്ങൾ 4 പേരുടെ ബാങ്കിൽ പോയത്. പക്ഷെ ഞങ്ങൾക്ക് മുമ്പ് വേറെ ആൾക്കാർ വന്ന് റോബറി നടത്തി സർ. അവന്മാരാരൊക്കെയാടാ? അവരാരൊക്കെയാന്ന് ഞങ്ങൾക്ക് അറിയില്ല സർ, അത് അവർക്കേ അറിയാം. നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സത്യമാണ് സാർ ഞങ്ങൾ പറഞ്ഞത്. അവൻ ഞങ്ങളെ ചതിച്ചാ സാറ്. ഞങ്ങളെ പാവങ്ങളാ, ഇനി ഒന്നും ചെയ്യല്ല സാർ. സഹിക്കാൻ പറ്റാത്തോണ്ടാ. സർ, ഡോ വേണ്ട, മതി. ഇത്രയൊക്കെ കൊണ്ടിട്ട് ഇവന്മാരല്ലെന്നല്ലേ പറയുന്നത്. ഇവന്മാരെ ചതിച്ച ബായെ പോക്ക്. സർ, ആ ബായി ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല. അറിയില്ല സാറേ, അറിയില്ല സാർ. ആ ചതിയനിപ്പോ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. ആ ബായുടെ ഫോട്ടോസ് പോലും നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലുണ്ട് സാർ. എന്താ ബായി, എന്തു പറ്റി? ബായി എന്താ ആലോചിക്കുന്നേ? കുറെ നേരമായല്ലോ മൊബൈൽ നോക്കിയിരിക്കുന്നു. ഇത് അവന്മാരല്ലേ നമ്മുടെ പേര് കുടുങ്ങിയവർ? കുടുങ്ങിയവരല്ല, ഞാൻ കുടുക്കിയവർ. ഇവന്മാരെ 4 പേരെയും തെരഞ്ഞു പിടിച്ച് ഈ റോബറിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ ഭായിക്ക് എന്തെവരുടെ വല്ല മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കല്ല. പിന്നെ ആർക്കാ? MLA മിസ്റ്റർ കോറയ്ക്ക്. अरे कोरा साहब ऐसा है? अच्छा अच्छा है. കോര സാറിനോ? ആ കോളനി ഒഴിപ്പിക്കുന്നതിന് ഏറ്റവും തടസ്സമായിട്ട് നിന്നത് ഈ 4 പേരായിരുന്നു. ഇവരിൽ പ്രധാനി തുമ്പ. തള്ളാൻ പറഞ്ഞ കൊള്ളുന്ന ഇനം. കോറ ഏറ്റവും പേടിച്ചിരുന്നതും ഇവനെയാണ്.
ഇനി ഒരുത്തനും ഒരു അടി മുന്നോട്ട് വെച്ചാ ഏത് MLA മറ്റവനാണെങ്കിലും ശരി അവന്റെ കാലി ഞങ്ങൾ വെട്ടും. രണ്ടാമൻ ചെട്ടി. കോളനിയിൽ ഏറ്റവും ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളത് ഇവനാണ്. ഇവൻ പറഞ്ഞാൽ കോളനിക്കാർ എന്നും വിശ്വസിക്കും. ചേരിക്കാരെ തൊട്ട് കളിച്ചാൽ സൂക്ഷിച്ചോ, മൂരാച്ചി ഞങ്ങൾ കത്തിക്കും. ചേരിക്കാരെ തൊട്ട് കളിച്ചാൽ പിന്നെയുള്ളത് അന്തോയും ബോംബെയും. ഇവരും കോറയുടെ പ്രധാന നോട്ടപ്പുള്ളികളായിരുന്നു. ജെറിയിൽ പല ഭാഗത്തായി താമസിച്ചിരുന്ന ഇവരെ 4 പേരെയും ഒന്നിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ റിസ്ക്. അങ്ങനെ പൂങ്കാവനം പ്രോജക്റ്റിൻ്റെ 10 കോടി ബാങ്കിൽ നിന്നും കൊള്ളയടിക്കാനും അതിലൂടെ ഈ 4 പേരെ കൊടുക്കാനും MLA കോറയാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഇൻ കണ്ടീഷൻ ഓഫ് ആൻ ഈക്വൽ ഷെയർ. അങ്ങനെയാണ് ഈ 4 പേരെയും മുൻനിർത്തി ഞാൻ ഈ റോബറി പ്ലാൻ ചെയ്തത്. ഇനി എന്താ പ്ലാൻ? നിങ്ങൾ ഇന്ന് തന്നെ മടങ്ങിപ്പോണം. ഇനി ഇവിടെ നിന്നാൽ ഡേഞ്ചറാണ്. എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. വണ്ടി നിർത്ത്. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ബൈ. സർ, എടോ, ഇവർ പറയുന്നത് കേട്ടിട്ട് ഏതോ ബായി ആണല്ലോ ഇവരുടെ തലവൻ. സർ, കിട്ടിയ ഇൻഫർമേഷനും തെളിവുകളും വെച്ചിട്ട് ഇവർ 4 പേര് ചേർന്നാണ് റോബറി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. എത്ര ചോദിച്ചിട്ടും അവരല്ലെന്നാണ് പറയുന്നത്. സർ, CCTV ദൃശ്യങ്ങളിലും 4 പേർ തന്നെയാണ് ബാങ്ക് കൊള്ളയടിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് അന്വേഷിക്കേ. യെസ് സർ. സാറേ, ഇത്രയും നേരമായിട്ട് ആ ഭായിയെ കാണുന്നില്ലോ. ഇനി നമ്മളെ കുപ്പിയിലാക്കിയിട്ട് അയാൾ കാശുമായിട്ട് കടന്നു കളഞ്ഞു കാണുവോ? എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയോ? താൻ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? മുക്കാചക്രത്തിന് ഗതിയില്ലാത്ത ആ പഴയ കോരയിൽ നിന്നും ഇന്ന് നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ടുള്ള വളർച്ചയല്ല. കളികൾ പലതും കളിച്ചിട്ടാ. തല്ലണ്ടവനെ തല്ലിയും കൊല്ലണ്ടവനെ കൊന്നും തന്നെയാ വളർന്നത്. പിന്നെ ഭായിയുടെ കാര്യം, അതേ, ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബിസിനസ് അല്ല. ഭായി എത്തുമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. ഭായി എത്തിയല്ലോ. പറഞ്ഞ നാക്കെടുത്തേ ഉള്ളൂ. നമസ്കാർ ഗോറാബായ്. നമസ്കാർ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലേ? എനിക്കറിയാം ഭായിയോടൊരു കാര്യം പറഞ്ഞ അതിന് പിന്നെ അപ്പീലില്ലെന്ന്. എനിക്കറിയാമായിരുന്നു ഭായിയെ കൊണ്ട് ഇത് സാധിക്കുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയല്ല ഞാൻ ഭായിയെ തന്നെ ഇത് ഏൽപ്പിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ടോ? താനല്ലേ പറഞ്ഞ ഭായി ചതിക്കുന്നു. അയാള് പറഞ്ഞത് സത്യമല്ലേ? എന്താ സാധി അങ്ങനെ പറഞ്ഞേ? എന്റെ വാക്ക് വിശ്വസിച്ച ആ 4 പിള്ളേരെ ഞാൻ ചതിച്ചില്ലേ? ബാങ്ക് റോബറി അവരുടെ തലയിൽ കെട്ടിവെച്ച് അകത്താക്കില്ലേ? അത് വലിയ ചതിയല്ലേ? അതാണോ? അത് പിന്നെ എനിക്കെതിരെ കോളനിയിലും യുദ്ധം പ്രഖ്യാപിച്ചവരല്ലേ? അതുകൊണ്ടല്ലേ 8ന്റെ പണി ഞാൻ കൊടുത്തത്. പുറത്തിറങ്ങാനേ കുറച്ച് സമയം എടുക്കും. അതിനു മുമ്പ് എന്റെ പൂങ്കാവനം പദ്ധതി ഞാൻ നടപ്പിലാക്കും. സ്വന്തം കിടപ്പാടം പൊളിക്കാൻ വന്നവർക്കെതിരെ പ്രതികരിച്ചതാണോ അവർ ചെയ്ത തെറ്റ്? അതിന് ഇത്രയൊക്കെ പ്രതികാരം അവരോട് വേണോ കോറ സാറേ? എന്താ ബായിക്ക് അവന്മാരോടൊരു സോഫ്റ്റ് കോർണർ, മുമ്പില്ലാത്തൊരു സിമ്പതി? എന്തോ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നുന്നു. അഹങ്കാരണം 4 നിരപരാധികൾ ക്രൂശിക്കപ്പെട്ടതിലുള്ള കുറ്റബോധം. എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞ് ഞാൻ പോലീസിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു.
കേട്ടില്ലേ? നൊട്ടോറിയസ് ക്രിമിനൽ സാദി ബായ് ഹരിചന്ദ്രനാകാൻ പോകുന്നു. രാജാ ഹരിചന്ദ്ര നീണാൾ വാഴട്ടെ. പുച്ഛിച്ച് തള്ളണ്ട കോറ സാറേ. 1000 തെറ്റുകൾ ചെയ്തു എന്ന് കരുതി ഒരു നന്മ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? എനിക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാണ്ട് കണ്ട ഏറെപ്പാടികൾക്ക് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ടല്ല. അവന്മാർ 4 പേരും ഇപ്പൊ അകത്ത് കിടക്കേണ്ട എന്റെ കൂടി ആവശ്യമാണ്. പിന്നെ ഒരു കാര്യം, എന്റെ പണം തന്നിട്ട് തനിക്ക് പോകാം. പണം തന്നിട്ട് മാത്രം. കണ്ടില്ലേ, ഇത്രയുള്ളൂ. ജീവനുള്ള മനുഷ്യൻ പറഞ്ഞാ കേക്കില്ല. പക്ഷെ ഇത്രയും പോകുന്ന ഈ പിസ്റ്റളിലൊന്ന് വിരലമർത്തിയാൽ ആരും അനുസരിക്കും. അണ്ടർവേൾഡ് കിങ്, ബോംബെയിലെ അധോലോക നായകൻ. ഒരു എംഎൽഎയുടെ മുമ്പിൽ ഇന്ന് വെടുക്കുന്നു കണ്ടില്ലേ? എടാ സാദി മോനെ, എന്നെ ചതിക്കുന്നവൻ എന്റെ കയ്യാൽ പറഞ്ഞു. താനെന്റെ പോലീസ്. എന്താ കോറ സാറെ നോക്കുന്നത്? ഇവര് എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണോ? കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ. അത് തന്നെയാ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എങ്ങനെ അണ്ടർവേൾഡ് കിങ് ആയതെന്ന്? കോടികൾ മാത്രം ലക്ഷ്യം വെക്കുന്ന അണ്ടർവേൾഡ് കിങ് സാദി ബായ്. അല്ലാതെ തന്നെ പോലെ നേരത്തെ അന്നത്തിനു വേണ്ടി കൈനീട്ടുന്നവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന മൂന്നാംകിട രാഷ്ട്രീയമല്ല എന്റേത്. ലക്ഷ്യം പണമാണെങ്കിലും അതിലേക്ക് എത്താനുള്ള വഴിയിൽ ഞാൻ ആരെയും ബലിയാടാക്കാറില്ല. അതെന്റെ ഉള്ളിൽ ഒരല്പം മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണെന്ന് കൂട്ടിക്കോ. നീ പറഞ്ഞ മനുഷ്യത്വം എനിക്കില്ല. എന്റെ ടാർഗറ്റ് 4 ആയിരുന്നു. അത് 5 ആയത് മാത്രം. തല്ലിക്കൊല്ലടായി നാറികളെ.
ചേട്ടാ ഇത് ബായ്. എന്താടാ ഒരു സംശയം? ഏയ് ഒന്നുമില്ല ഭായ്. അത് ചുമ്മാ. എനിക്കറിയാം ഞാൻ നിങ്ങളുടെ ശത്രുവാണോ അതോ മിത്രമാണോ, അതാണ് നിങ്ങളുടെ സംശയം. ശരിയല്ലേ? ഇല്ല ഭായ്, അങ്ങനെ ഒന്നുമില്ല. വന്നത് ശത്രുവായിട്ട് തന്നെയാ നിങ്ങളെ ബാങ്ക് റോബറിയുടെ പേരിൽ കൊടുക്കാൻ. കേസിക്കോറ പറഞ്ഞിട്ട് തന്നെയാ വന്നത്. പണം അയാൾക്കും പഴി നിങ്ങൾക്കും, അതായിരുന്നു അയാളുടെ ആവശ്യം. പക്ഷേ പോക്കറ്റടിയും അല്ലറ ചില്ലറ തട്ടിപ്പുമായിട്ട് നടന്നാൽ നിങ്ങളുടെ മനസ്സിലെ എവിടെയോ ഒരല്പം നന്മ ഞാൻ കണ്ടു. മോളിങ് വന്നേ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകണം. പണം അതിനൊരു തടസ്സമാകരുത്. അതിനുള്ള പണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ഞാൻ പണത്തിന് വേണ്ടിയല്ല അന്തോനെ സ്നേഹിച്ചത്. പക്ഷേ എൻ്റെ അച്ഛൻ ഇനി ഒരിക്കലും പണത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇല്ല ഭായ്. ബോംബെ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറയണം. നീ ഇതുവരെ ബോംബെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഭായ്. അത് ശരി, അപ്പൊ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലോ പന്നി. ബോംബെയിൽ ഇതൊക്കെ സർവ്വസാധനല്ലേ? എന്ത്? അല്ല ഭായ്, ഇതുപോലൊരു സംഭവം ഞാൻ ബോംബെയിലായിരുന്നപ്പോ. ഒരു സെക്കൻഡ് ഭായ്. കുറെ നാളായിട്ട് ഞങ്ങളെ പറ്റിക്കണ ഭായ്. കവാലം കായലിൽ കുഞ്ഞോളം തുള്ളുമ്പോൾ തെങ്ങിൻ്റെ സത്താകും തൂവെള്ളക്കള്ളടിച്ച് തന്താനെ തിത്താനെ ഒരു നാടൻ പാട്ടും പാടി തുഴയെറിഞ്ഞ് താളത്തിലായി തിരകൾക്കും മീതെ പറന്നു നീങ്ങാം. ഓ ഓ ഓ ഓഹോ ഹോ ഓ പാരപ്പാ പപ്പാ ഓ തെങ്ങിൻ്റെ സത്താകും തൂവെള്ളക്കള്ളടിച്ച്
താളത്തിലൊഴുകുന്ന പുഴ കണ്ടാൽ കണ്ണൊന്നും ചിമ്മാതെ നോക്കി നിൽക്കും. താളത്തിലൊഴുകുന്ന പുഴ കണ്ടാൽ കണ്ണൊന്നും ചിമ്മാതെ നോക്കി നിൽക്കും. ഓളത്തിൻ താളത്തിലൊഴുകിയിടും കിന്നാരം ചൊല്ലുന്ന താരാകൂട്ടങ്ങൾ. ഓളത്തിൻ താളത്തിലൊഴുകിയിടും കിന്നാരം ചൊല്ലുന്ന താരാകൂട്ടങ്ങൾ. വലയെറിയാം പുഴയതിലായി കരിമീനും ചെമ്മീനും അതുവഴി ഇതുവഴി പല വഴിയോടും മീനുകൾ മാറി കൂട്ടിയെടുത്തിടാ. പച്ചവിരിച്ചൊരു നെൽപ്പാടം അറിഞ്ഞു കുറുകെ പാലങ്ങൾ. പച്ചവിരിച്ചൊരു നെൽപ്പാടം അറിഞ്ഞു കുറുകെ പാലങ്ങൾ. കാറ്റിന്റെ താളത്തിലാടിയിടും തെങ്ങോല കൈതോല കൂട്ടങ്ങൾ. കാറ്റിന്റെ താളത്തിലാടിയിടും തെങ്ങോല കൈതോല കൂട്ടങ്ങൾ. തിരയുയരും നുരപതയും മിഴികളിലോ കുളിർ പകരും പുഴയുടെ തീരത്തരികിലിറങ്ങി കള്ളും കപ്പയും കൂട്ടിയടിച്ചിട.